സമന്വയയുടെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഗേസിംഗ് അപ്പ് അറ്റ് ദ കോസ്മോസ് എന്നുള്ള പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശശിധരൻ മാഷ്ക്ക് ഞങ്ങള് സമന്വയയുടെ പേരിൽ ആദ്യമായിട്ട് നന്ദി പറയുന്നു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിപ്പത്തെക്കുറിച്ച്, ദൂരത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുകയായിരുന്നു. അടുത്ത സെഷനിൽ നമ്മൾ കോസ്മോസിലേക്ക് കടക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നേരിട്ട് സ്റ്റാർ വാച്ചിങ്ങിലേക്ക് കടക്കും എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ഇത് കണക്കിലെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റാർസ്, കോൺസ്റ്റലേഷൻസ് എന്നൊക്കെയുള്ള ലൈനിലേക്ക് പോകും എന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ആ രീതിയിലല്ല ഇത് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ സൂരജിനോട് പറഞ്ഞിരുന്നു അത്. അപ്പോൾ നമ്മൾ ഏതായാലും തുടങ്ങുകയാണ് നമ്മുടെ മൂന്നാമത്തെ സെഷൻ, പാർട്ട് 3. നമുക്ക് പ്രൈമറി ക്ലാസ് മുതൽ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു തവണ സ്വയം കറങ്ങി വരുന്നുണ്ട്. 365 ദിവസം കൊണ്ട് അത് സൂര്യനെ ഒരു തവണ ചുറ്റി വരുന്നുണ്ട്. അങ്ങനെ ചുറ്റി വരുന്നതിന് ഒരു പാത്ത് ഉണ്ട്, ഒരു ട്രാജക്ടറി ഉണ്ട്, ഒരു ഓർബിറ്റ് ഉണ്ട്. ഇത്തരം ചില ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കാരണം ഭൂമിക്ക് പുറത്തുള്ള മറ്റെല്ലാ വസ്തുക്കളും ഭൂമിയെ ചുറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്കുദിക്കുന്നതായിട്ട് തോന്നുന്നത്. സൂര്യൻ മാത്രമല്ല, സൂര്യനും ഭൂമിക്ക് പുറത്തുള്ള എല്ലാ സെലസ്റ്റിയൽ ഓബ്ജക്ട്സും, സൂര്യനാവാം, അതൊരു സ്റ്റാർ ആവാം, എന്തോ ആവട്ടെ, അല്ലെങ്കിൽ മൂണാവാം, മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റ് ആവാം, ഇതെല്ലാം കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നതിന് കാരണം അതാണ്. പക്ഷേ ഈ വസ്തുക്കളൊക്കെ മൂവ് ചെയ്യുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വലിയൊരു ഡോമിലൂടെയാണ്. ആ ഡോമിൻ്റെ ഒരു ഹാഫ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ വെറുതെ വിശാലമായ ഒരു മരുഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്നത് ആകാശം നിലത്ത് പോയി മുട്ടുന്ന ഒരു പോയിന്റാണ്. എങ്ങോട്ട് നോക്കിയാലും, കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എങ്ങോട്ട് നോക്കിയാലും ആകാശം ഭൂമിയെ വന്ന് ടച്ച് ചെയ്യുന്ന ഒരു ലൈന് നമുക്കിങ്ങനെ കാണാം. ആ ലൈന് നമ്മൾ ചേർത്ത് വരച്ചാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. ആ സർക്കിളിനെയാണ് നമ്മൾ ഹൊറൈസൺ എന്നൊക്കെ പറയുന്നത്. ആ ഹൊറൈസന്റെ മുകളിൽ എന്താണുള്ളത്? മുകളിൽ ഒരു ഹെമിസ്ഫിയർ ആണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ കമഴ്ത്തി വെച്ചിട്ടുള്ളത്. ആ ഹെമിസ്ഫിയറിന്റെ മറുവശം, ഇപ്പം എൻ്റെ ഹെമിസ്ഫിയറിന്റെ മറുവശം നിങ്ങളുടെ അടുത്തുണ്ട്. കേരളത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണുന്ന ഒരു ഹെമിസ്ഫിയറിന്റെ മറുവശം കൂടെ അമേരിക്കക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേ സമയത്ത്. ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് നമുക്കൊരു സ്ഫിയർ കിട്ടും. ആ സ്ഫിയറിലൂടെയാണ് ഈ പറയുന്ന എല്ലാ ഓബ്ജക്ട്സും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അവിടെയാണ് നമ്മുടെ സ്റ്റാർസ് ഉള്ളത്, പ്ലാനറ്റ്സ് ഉള്ളത്. അങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഗേസിംഗ് അപ്പ് അറ്റ് ദ കോസ്മോസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് അങ്ങോട്ടാണ്. എങ്ങോട്ട്? ഈ സെലസ്റ്റിയൽ സ്ഫിയറിലേക്കാണ്. ഈ സെലസ്റ്റിയൽ സ്ഫിയറിൽ നമുക്ക് ചില അടയാള സ്ഥാനങ്ങൾ വേണം നമുക്ക് പറയാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് ചുറ്റിലും നിങ്ങളൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ കുറേ കുട്ടികൾ നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, നോക്ക് ആ സ്റ്റാറിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് 10-30 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ നീ എഴുന്നേറ്റ് നിൽക്ക് എന്ന് പറഞ്ഞ് ചൂണ്ടിയാൽ എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങും. ആരെയാണ് ഈ സാറ് ചൂണ്ടിയത് എന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് എനിക്ക് പറയാം, ആ പച്ച ഷർട്ട് ഇട്ട കുട്ടിയുടെ വലതുഭാഗത്തിരിക്കുന്ന കുട്ടി, അതല്ലെങ്കിൽ ആ കണ്ണട വെച്ചിരിക്കുന്ന കുട്ടിയുടെ ഇടതുവശത്തിരിക്കുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ഐഡന്റിഫിക്കേഷനായി, ഒരു റെഫറൻസായി. പച്ച ഷർട്ട് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ആണ്, കണ്ണട വെച്ച കുട്ടി എന്ന് പറയുന്നത് മറ്റൊരു റെഫറൻസ് ആണ്. അതുപോലെ ആകാശത്ത് നമ്മൾ കാണുന്ന ഏത് ഓബ്ജക്റ്റിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും റെഫറൻസ് കൊടുക്കാൻ കഴിയണം.
രണ്ട് തരത്തിലുള്ള റെഫറൻസുകളാണ് സാധാരണ ആകാശത്ത് നമ്മൾ കൊടുക്കാറ്. ഒന്ന്, ജിയോമെട്രിക്കലായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന കുറെ പോയിന്റുകളാണ്. ജിയോമെട്രിക്കലായിട്ട് അസൈൻ ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു ആക്സിസിനെ ആധാരമാക്കിയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ആക്സിസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഈ സെലസ്റ്റിയൽ സ്ഫിയറിൽ പോയിട്ട് ഒരു പോയിന്റിൽ പോയിട്ട് ടച്ച് ചെയ്യും. ഒരു പോയിന്റിലല്ല, രണ്ടറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ സെലസ്റ്റിയൽ സ്ഫിയറിലെ 2 പോയിന്റിലേക്ക് ഇത് പോയി ടച്ച് ചെയ്യും. ആ 2 പോയിന്റുകളെയാണ് സെലസ്റ്റിയൽ പോളുകൾ എന്ന് പറയുന്നത്. എർത്തിന്റെ നോർത്ത് പോളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെലസ്റ്റിയൽ പോളിനെ നോർത്ത് സെലസ്റ്റിയൽ പോൾ എന്നും, സൗത്ത് സെലസ്റ്റിയൽ പോൾ, അതായത് ആക്സിസിനെ സൗത്തിലേക്ക് നീട്ടിയാൽ കിട്ടുന്ന പോയിന്റിനെ സൗത്ത് സെലസ്റ്റിയൽ പോൾ എന്നും പറയും. ഇതുപോലെ ഇനിയും നമുക്ക് കുറെ നിർദ്ദേശാങ്കങ്ങൾ, കുറെ ജിയോമെട്രിക്കൽ കോർഡിനേറ്റ്സ് ആകാശത്ത് സങ്കല്പിക്കാൻ കഴിയും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് സ്റ്റാർ ഗേസിംഗിന്റെ സെഷൻ വരുന്ന സമയത്ത് കടക്കാം. ഉദാഹരണത്തിന് ഭൂമധ്യരേഖ, ഇക്വേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ വരച്ചിട്ടുള്ള ഒരു സാങ്കല്പിക രേഖയാണല്ലോ, അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു രേഖയൊന്നും ഭൂമിയിലില്ല. എർത്തിന്റെ ചുറ്റിലുമായിട്ട് കാണുന്ന ഇക്വേറ്റർ എന്ന് പറയുന്ന, കാണുന്ന എന്നല്ല, നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണത്. ആ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ അതൊരു സർക്കുലർ ഒബ്ജക്റ്റ് ആണ്. ആ സർക്കിളിനെ നമ്മൾ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. സർക്കിൾ അങ്ങനെ വികസിച്ച് പോയാൽ ഈ സെലസ്റ്റിയൽ സ്ഫിയറിൽ ഒരു മാർക്ക് വീഴ്ത്തുകയാണെങ്കിൽ ആ മാർക്കിനെ നിങ്ങൾക്ക് സെലസ്റ്റിയൽ ഇക്വേറ്റർ എന്ന് വിളിക്കാം. എർത്തിന്റെ ഇക്വേറ്റർ എന്ന് പറയുന്നത് പോലെ തന്നെ സെലസ്റ്റിയൽ ഇക്വേറ്റർ, ഇതുപോലെയുള്ള കുറെ കോർഡിനേറ്റ്സ് നമുക്ക് സെലസ്റ്റിയൽ സ്ഫിയറിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് പിന്നീട് മറ്റൊരു സെഷനിൽ കൊണ്ടുവരാം. ഇതാണ് ഞാൻ പറഞ്ഞ സെലസ്റ്റിയൽ ഇക്വേറ്റർ. ഇത് എർത്തിന്റെ ആക്സിസ് ആണ്. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഈ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ സെലസ്റ്റിയൽ സ്ഫിയറിൽ പോയി ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിനെ സെലസ്റ്റിയൽ നോർത്ത് പോൾ എന്നും, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിനെ സെലസ്റ്റിയൽ സൗത്ത് പോൾ എന്നും പറയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്വേറ്റർ ഉണ്ടല്ലോ, ഭൂമിയുടെ ഇക്വേറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർക്കിള്. എവിടെയാണ് ആ സർക്കിൾ ഉണ്ടാവുന്നത്? ആ സർക്കിൾ ഉണ്ടാവുന്നത് സെലസ്റ്റിയൽ സ്ഫിയറിലാണ്. സെലസ്റ്റിയൽ സ്ഫിയറിൽ മാർക്ക് ചെയ്യാവുന്ന ആ സർക്കിളിനെ സെലസ്റ്റിയൽ ഇക്വേറ്റർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എർത്തിലിരുന്ന് നോക്കുന്ന ഒരാൾക്ക് സൺ എന്താണ് ചെയ്യുന്നത്? സൺ എർത്തിനെ ചുറ്റുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ സൺ എർത്തിനെ ചുറ്റുകയാണെങ്കിലും നമുക്ക് തോന്നുന്നത് സൺ എർത്തിനെ ചുറ്റുന്നു എന്നാണ്. അങ്ങനെ പോകുന്ന സൺ സഞ്ചരിക്കുന്ന ഒരു ട്രാജക്ടറി ഉണ്ട്. അത് സ്കൈയിൽ തന്നെ ഉള്ളതാണ്, സെലസ്റ്റിയൽ സ്ഫിയറിനകത്ത് തന്നെ ഉള്ളതാണ്. സണ്ണ് സഞ്ചരിക്കുന്ന ഒരു പാത. ആ പാതയെ എക്ലിപ്റ്റിക് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് വേറെയും കുറെ കോർഡിനേറ്റ് പോയിന്റ്സ് കിട്ടും. ഉദാഹരണത്തിന് സെലസ്റ്റിയൽ ഇക്വേറ്ററും എക്ലിപ്റ്റിക്കും ക്രോസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്ക് കിട്ടും. ഇതുപോലെ കുറെ പോയിന്റ്സ് നമുക്ക് ആകാശത്ത് സംഘടിപ്പിക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം റഫറൻസ് പോയിന്റുകളാണ്. ഇനി നിങ്ങൾക്ക് ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ റഫറൻസ് പോയിന്റുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ സ്റ്റാർ ഗേസിംഗിന്റെ സെഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ റഫറൻസിന് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകാശത്ത് 1ഉം 2ഉം സ്റ്റാർസ് അല്ല കാണുന്നത്, 1ഉം 2ഉം ഒബ്ജക്ട്സ് അല്ല കാണുന്നത്. ഒരുപാട് ഒബ്ജക്ട്സ് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട്, നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പുറകിലേക്ക് പോകുന്നുണ്ട്. ഈ പോകുന്ന സ്റ്റാർസ് എല്ലാം റിലേറ്റീവ് ഡിസ്റ്റൻസിൽ മാറ്റം വരുത്തുന്നില്ല. അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന എ എന്ന സ്റ്റാറും ബി എന്ന സ്റ്റാറും സി എന്ന സ്റ്റാറും തമ്മിലുള്ള അകലം, അവ ഉണ്ടാക്കുന്ന സ്പേസിൽ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ, ആ പാറ്റേണിന് ഒരു മാറ്റവും വരുത്താതെ അതേപോലെ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാറ്റേണുകൾ വെച്ച് നമ്മൾ പണ്ട് ബാലരമയിലൊക്കെ കുട്ടിക്കാലത്ത് കുത്തുകൾ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കളി ഉണ്ടായിരുന്നില്ലേ? അതുപോലെ നമുക്ക് ഈ സ്റ്റാർസിനെ കുത്തുകളാക്കി കണക്കാക്കി അത് കൂട്ടി യോജിപ്പിച്ച് മാനിന്റെയോ മുയലിന്റെയോ തേളിന്റെയോ സിംഹത്തിന്റെയോ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കാം.
അപ്പൊ നമുക്ക് പറയാം സിംഹം പോലെ ഇരിക്കുന്ന ആ കൂട്ടത്തിനകത്തുള്ള ചുവന്ന നക്ഷത്രം എന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാഴ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. അത് പോട്ടെ, അത് നമുക്ക് അടുത്ത സെഷനിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന മഹാപ്രപഞ്ചത്തെ കുറിച്ചാണ്. ഇന്നത്തെ സെഷൻ പൂർണ്ണമായും ഈ യൂണിവേഴ്സിനെ കുറിച്ചാണ്. എത്ര വലുതാണ് നമ്മുടെ യൂണിവേഴ്സ്, എത്രമാത്രം വലിപ്പത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. വലിപ്പം എന്ന് പറയുന്നത് എത്ര വലുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള വലുത് എന്ന് പറഞ്ഞാൽ എത്ര വലുത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. നമ്മുടെ സങ്കല്പത്തിന് അപ്പുറത്തുള്ള ഒരു വലിപ്പമുണ്ട്. ആ വലിപ്പത്തിലേക്കാണ് യൂണിവേഴ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിച്ചെന്നാൽ യൂണിവേഴ്സിന്റെ വലിപ്പം കണ്ട് അന്തം വിടേണ്ടി വരും. ഇപ്പോ നമ്മുടെ നിയറസ്റ്റ് ഓബ്ജക്റ്റ് ആണ്, സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. 100 കിലോമീറ്റർ സ്പീഡുള്ള ഒരു കാറിൽ കയറിയിട്ട് നിങ്ങൾ ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വഴിയിൽ എവിടെയും നിർത്താതെ യാത്ര ചെയ്യുകയാണെങ്കിൽ 160 ദിവസം 160 days, it will take 160 days for you to reach the moon. അപ്പൊ എത്ര ദൂരെയായിരിക്കും അത്? നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം എന്നത് വെച്ച്, അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ നിങ്ങൾക്ക് ഹിമാലയം വരെ യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം എന്നതിനെ ആശ്രയിച്ച്, എറണാകുളം മുതൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ ടൊറന്റോ വരെ യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം എന്നത് വെച്ച് നമുക്ക് ഈ വലിപ്പത്തെ പറ്റി നമ്മുടെ ഒരു ധാരണ വലിയ ധാരണയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് നമ്മൾ പറയുന്നത് 100 km/h സ്പീഡിൽ യാത്ര ചെയ്താൽ പോലും 160 ദിവസം വേണ്ടി വരുന്നു ചന്ദ്രനിലെത്താൻ. എന്നാൽ സൂര്യനിലെത്താനോ? ഇപ്പോൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ഒരു എയർക്രാഫ്റ്റ് 900 km/s അല്ലെങ്കിൽ 1000 km/s സ്പീഡിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വിമാനത്തിൽ കയറിയിട്ട് നിങ്ങൾ സൂര്യനിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് 19 വർഷം ഫ്ലൈ ചെയ്യേണ്ടി വരും. സൂരജൊക്കെ ഇവിടുന്ന് ടൊറന്റോയിലേക്ക് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോഴേക്ക് ബോറടിച്ച് ചത്തുപോയിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, വർഷങ്ങളാണ്, 19 വർഷമാണ് നിങ്ങൾക്ക് സൂര്യനിലെത്താൻ വേണ്ടി വരുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേവലം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് നോക്കണം. ഒരൊറ്റ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാല് മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്, ഇത്രയും ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്ന, അതായത് കല്ലും പാറയൊക്കെ ഉള്ള സോളിഡ് ആയിട്ടുള്ള ഇത്രയും പ്ലാനറ്റ്സ്, മാഴ്സ് ആണ് അതിനകത്ത് ഏറ്റവും ദൂരെയുള്ളത്. മാഴ്സ് വരെ സൂര്യനിൽ നിന്ന് സഞ്ചരിക്കാൻ വേണ്ടതിന്റെ ഇരട്ടി ദൂരം വേണം പിന്നെ നമുക്ക് എവിടെ എത്താൻ? ജൂപ്പിറ്ററിലെത്താൻ. അവിടുന്ന് അങ്ങോട്ട് പോകും തോറും ദൂരം കൂടി വരികയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണുന്ന സോളാർ സിസ്റ്റത്തിന്റെ ചിത്രമല്ല. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി ഒക്കെ ഒരു വട്ടത്തിൽ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് പോലെയല്ല. മാഴ്സ് വരെ എത്താൻ എടുക്കുന്നതിന്റെ ഇരട്ടി ദൂരം വേണം പിന്നെ ജൂപ്പിറ്ററിലെത്താൻ. അത്രയും പരന്നു കിടക്കുന്നതാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ചിത്രത്തിൽ വരയ്ക്കുന്നത് പോലെയല്ല. ഇപ്പൊ ഈ സോളാർ സിസ്റ്റത്തിനെ നമ്മൾ ഇന്ന് സൂമിൻ ചെയ്ത് കംപ്രസ് ചെയ്ത് വളരെ ചെറിയൊരു സ്പോട്ടാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നു എന്നിരിക്കട്ടെ. എന്നാൽ ആ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പോയിന്റാണ്. ആ സോളാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയ ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത് നമ്മുടെ വോയേജർ ആണ്. നമ്മൾ സഞ്ചരിച്ച ഏറ്റവും വിദൂരത്തെത്തിയിട്ടുള്ള വസ്തു വോയേജർ 1 ആണ്, പിന്നെ വോയേജർ 2 ആണ്. ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഏതാണ്ട് 180 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഒരു 80 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഫിയറിന്റെ ചിത്രം നീല നിറത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ സ്ഫിയർ എന്താണെന്നറിയോ? ടെർമിനേഷൻ ഷോക്ക് എന്ന് പറയുന്ന ഒരു സ്ഫിയറാണ്.
അതെന്തിനാണെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡ് ഏതാണ്ട് 700 km/s സ്പീഡിൽ വരുന്ന സൂപ്പർസോണിക് 700 km/h സ്പീഡിൽ വരുന്ന സോളാർ വിൻഡ് ഉണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന പ്ലാസ്മ ഇജക്ഷൻ. ആ പ്ലാസ്മ ഇജക്ഷൻ നാലുപാടും പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാലുപാടും പ്രസരിക്കുന്ന ഈ പ്ലാസ്മ എമിഷൻ എവിടെ എത്തുമ്പോൾ ടെർമിനേഷൻ ഷോക്ക് എന്ന് പറയുന്ന ഈ സ്പെറിക്കൽ സർഫസിൽ എത്തുമ്പോൾ അതിന് പുറത്തുള്ള ഇന്റർസ്റ്റെല്ലാർ മീഡിയയും മീഡിയ ഉള്ളിലേക്ക് ചെലുത്തുന്ന പ്രഷറും ഇവിടെ നിന്ന് സോളാർ വിൻഡ് പുറത്തേക്ക് ചെലുത്തുന്ന പ്രഷറും ഏതാണ്ട് തുല്യമാവാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ടെർമിനേഷൻ ഷോക്കിൽ എത്തുന്ന സോളാർ വിൻഡിന്റെ സ്പീഡ് വളരെ പെട്ടെന്ന് കുറയും. സൂപ്പർസോണിക് സ്പീഡിലായിരുന്ന ഈ സോളാർ വിൻഡ് സബ്സോണിക് സ്പീഡിലേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, ചുരുക്കപ്പെടുന്നു. പക്ഷെ അപ്പോഴും അത് നിൽക്കുന്നില്ല, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു പ്രദേശമാണ് ഹീലിയോപോസ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? ഭൂമിയുടെ പുറത്തുനിന്നല്ല, സൂര്യനും ഭൂമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തിൽ നിന്ന് എത്രയോ ദൂരം 140 അസ്ട്രോണമിക്കൽ യൂണിറ്റ് പുറത്തു ചെന്നാൽ അവിടെയാണ് ഈ ഹീലിയോപോസ് എന്ന് പറയുന്നത്. ഈ ഹീലിയോപോസിൽ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഈ സോളാർ വിൻഡിന് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്റർസ്റ്റെല്ലാർ പ്രഷറും സോളാർ വിൻഡിന്റെ പ്രഷറും ഇവിടെ വെച്ച് നള്ളിഫൈ ചെയ്യും. ഇതൊരു ടെർബുലന്റ് ഏരിയയാണ്. ഇവിടെ കണ്ടമാനം ഈ സോളാർ പാർട്ടിക്കിൾസ് മുഴുവൻ ഇവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അതിന് പുറത്തേക്ക് ഈ സോളാർ വിൻഡ് കിടക്കുന്നില്ല. അപ്പോ ഈ വോയേജർ 1 ഹീലിയോപോസ് ക്രോസ് ചെയ്യുന്നത് 2012-ലാണ്. വോയേജർ 1 ഹീലിയോപോസ് ക്രോസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് 2004 വരെയുള്ള ചിത്രമേ കാണിച്ചിട്ടുള്ളൂ. 2004-ലാണ് വോയേജർ 1 ടെർമിനേഷൻ ഷോക്ക് ക്രോസ് ചെയ്യുന്നത്. ടെർമിനേഷൻ ഷോക്ക് ക്രോസ് ചെയ്യുന്നത് വോയേജർ 2 2007-ലാണ്. പക്ഷേ വോയേജർ 1 ഹീലിയോപോസ് ക്രോസ് ചെയ്യുന്നത് 2012-ലും വോയേജർ അത് 2018-ലും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എത്ര ദൂരേക്ക് നമ്മൾ എത്തി? നമുക്ക് തോന്നുന്നു ഒരുപാട് ദൂരെ എത്തിയിരുന്നു. പക്ഷേ ഇനി നോക്കൂ, 100,000 ലൈറ്റ് ഇയർ, അതായത് 1,00,000 ലൈറ്റ് ഇയർ വീതിയുള്ള ഒരു സാധനമാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ഈ ഗാലക്സിയിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എത്രയോ ചെറിയൊരു പൊട്ട് മാത്രമാണ്, ഒരു കടുക് വലിപ്പത്തിലുള്ള ഒരു സാധനം മാത്രമാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഒരു ഭീമാകാര സംഗതിയാണ്. എന്നാൽ ആ ഗാലക്സി മാത്രമല്ല, അതുപോലുള്ള ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ലോക്കൽ ഗ്രൂപ്പ് നമുക്ക് ചുറ്റിലുമായിട്ടുണ്ട്. അത് കൃത്യമായ ഒരു അതിർത്തിയൊന്നുമല്ല, അപ്രോക്സിമേറ്റ്ലി ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്ന കുറച്ച് ഗാലക്സികളും കുറച്ച് സ്റ്റാർസും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. അതിനെയാണ് നമ്മൾ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ചില ഗാലക്സികളും അതിനകത്ത് വിടും. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. 10 മില്യൺ ലൈറ്റ് ഇയേഴ്സ്. പ്രകാശം ഇവിടുന്ന് ഒരു ടോർച്ച് അടിച്ചാൽ ഇവിടെ എത്തണമെങ്കിൽ 10 മില്യൺ ഇയേഴ്സ് എലാപ്സ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത്രയും വലിയൊരു ലോക്കൽ ഗ്രൂപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്നു ഇത്. അതിനുശേഷം ലോക്കൽ ഗ്രൂപ്പ് ഉണ്ട്, ഗാലക്റ്റിക് ക്ലസ്റ്ററുകളുണ്ട്, ലോക്കൽ ക്ലസ്റ്ററുകളുണ്ട്, സൂപ്പർ ക്ലസ്റ്ററുകളുണ്ട്, സൂപ്പർ ക്ലസ്റ്ററുകളുടെ ക്ലസ്റ്ററുകളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന അതിവിശാലമായ ഒരു പ്രപഞ്ചം. ഇത് എവിടെ നിന്ന് വന്നു? എവിടെയാണ് അത് തുടങ്ങിയത്? എന്നാണ് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത്? അതോ ഇതിന് ഉത്ഭവം ഇല്ലേ? ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നോ? നമുക്കറിയുന്നൊരു കാര്യം, എന്തുണ്ടോ അതൊക്കെ പ്രപഞ്ചത്തിലുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രപഞ്ചത്തിലെയാണ്. അത് ഊർജമാവാം, ദ്രവ്യമാവാം, എന്താണെങ്കിലും
അതെല്ലാം പ്രപഞ്ചത്തിലുള്ളതാണ്. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ കൊണ്ടുവന്ന് നിറയ്ക്കപ്പെട്ടത് എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? അതാണ് കോസ്മോളജിയുടെ വലിയൊരു ചോദ്യം. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ തുടക്കം. വിശ്വസിക്കപ്പെടുന്നതല്ല, വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ്. ശാസ്ത്രീയമായി ഇന്നത്തെ നിലവിലുള്ള ഫിസിക്സ് ലോസ് അനുസരിച്ച് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് 13.8 ബില്യൺ ഇയേഴ്സ് എഗോ ദ യൂണിവേഴ്സ് വാസ് സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ ജനറേറ്റഡ്, ക്രിയേറ്റഡ് എന്ന് പറയുന്നത് ശരിയല്ല. അവിടുന്ന് അപ്പം മുതലാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായി വരുന്നത്. 13.8 ബില്യൺ, 1380 കോടി കൊല്ലം മുമ്പാണ് ഇത് ഉണ്ടാകുന്നത്, നമ്മുടെ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടോ ആ യൂണിവേഴ്സിനെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ്? അതിനകത്ത് ഇരുന്നിട്ടാണ്. ഏതുപോലെ? ഒരു ആപ്പിളിനകത്തിരിക്കുന്ന ഒരു പുഴു ആപ്പിളിനെ പറ്റി പഠനം നടത്തുന്നത് പോലെയാണ്. ആപ്പിളിനകത്തിരിക്കുന്ന ഒരു പുഴു ആപ്പിളിനെ പറ്റി പഠിക്കുന്നത് എങ്ങനെയാ? അതിന് കാണാവുന്ന അതിൻ്റെ സറൗണ്ടിങ്സ് മാത്രമേ അതിന് അപ്പം പഠിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ അതിന് കാണാത്തതിനെ കാണിച്ചു കൊടുക്കുന്ന ടെക്നോളജി അതിൻ്റെ കയ്യിലുണ്ടാവണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി വെച്ച് ഈ ഇത്രയും മഹത്തായ യൂണിവേഴ്സിനകത്തിരുന്നു കൊണ്ട് നമ്മൾ യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്, അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കുകയാണ്. മോഡലുകൾ എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ മാത്തമാറ്റിക്കൽ മോഡലുകളാണ്. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. എന്താണ് പ്രപഞ്ചം? വാട്ട് ഈസ് ദ യൂണിവേഴ്സ്? When did this universe come into being? What existed before the universe? How did the universe come into being? Does the universe have boundaries? How big is the universe? What is beyond it? What was before that? ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളൊക്കെ പരസ്പരം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിലത്തെ ഏതാനും ചില ചോദ്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയ ഉത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോവാം. നമ്മൾ പറയുന്നത് നമുക്കൊരു ഹൊറൈസൺ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ഹൊറൈസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചം അതാണ്, നമ്മുടെ ലോകം അതാണ്. നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ചക്രവാളത്തിനകത്തുള്ള കാര്യങ്ങളെ നമുക്കറിയൂ. അപ്പൊ അതിന്റെ മുകളിലുള്ളത് നമ്മൾ കാണുന്നുണ്ട്. മുകളിലുള്ളതിൽ ഉയർന്നു വരുന്നതും താഴ്ന്നു പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ ഒരു ഹൊറൈസൺ അകത്തുള്ള, ഈ സർക്കിളിനകത്തുള്ള കാര്യം മാത്രമേ വാസ്തവത്തിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പെർസീവ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഈ ചക്രവാളം എന്ന് പറയുന്നത് ഒരു വെർച്വൽ സംഗതി മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തും ഭൂമിയുണ്ട്, അതിൻ്റെ ഇപ്പുറത്തും ഭൂമിയുണ്ട്, ഈ സൈഡിലും ഭൂമിയുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണെത്തുന്ന ദൂരം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രമാണോ ഭൂമി? അല്ല, അതിൻ്റെ അപ്പുറത്തും ഭൂമിയുണ്ട്. പക്ഷേ അത് എൻ്റെ ചക്രവാള സീമയിൽ പെട്ടതല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതുപോലെ? നമ്മുടെ ലോകം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതാണ്, ഈ സർക്കിളാണ്. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരം. പക്ഷെ എനിക്കറിയാം അതിനപ്പുറത്ത് വീടുണ്ട്, തോടുണ്ട്, അല്ലച്ചാല് പിന്നെ നരിയുണ്ട്, പുലിയുണ്ട്, കാടുണ്ട്, എന്തൊക്കെയോ അതിനപ്പുറത്തും ഉണ്ട്. അത് പക്ഷെ ഞാൻ കാണുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്ന എൻ്റെ ഒരു ചക്രവാളം വട്ടത്തിലാണ്, വൃത്താകൃതിയിലാണ്. ഇറ്റ്സ് എ സർക്കിൾ. അതിന് പുറത്തേക്ക് ഞാൻ കടന്നിട്ടില്ല. എന്നാൽ ഞാൻ അവിടുന്ന് നീങ്ങുകയാണെന്ന് ഇരിക്കട്ടെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ബിയിലേക്ക് പതുക്കെ അങ്ങ് നീങ്ങാൻ തീരുമാനിച്ചാൽ ഞാൻ മാത്രമല്ല നീങ്ങുന്നത്, എന്നോടൊപ്പം എൻ്റെ ചക്രവാളവും നീങ്ങുന്നുണ്ട്. എൻ്റെ ദ ഹൊറൈസൺ ആൾസോ മൂവ്സ് അലോങ് വിത്ത് മീ ഫ്രം എ ടു ബി. അപ്പൊ എൻ്റെ ഹൊറൈസൺ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഹൊറൈസൺ എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ല. അതിൻ്റെ ഓണർ ആരാണ്? ഹൊറൈസണിന്റെ ഓണർ ഒബ്സർവർ ആണ്. അപ്പൊ എ എന്ന പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൊറൈസൺ ആയിരുന്നില്ല ബി എന്ന പോയിന്റിൽ എത്തുമ്പോൾ.
എയിൽ നിന്ന് ഞാൻ ബിയിലേക്കാണ് ട്രാവൽ ചെയ്തത് എങ്കിൽ ബിയിൽ എത്തുമ്പോൾ എ എവിടെ ഉണ്ട്? ഇപ്പോ എന്റെ ഹൊറൈസണിലാണുള്ളത്. ഞാൻ എയിലായിരുന്നപ്പോ ബി എവിടെയായിരുന്നു? എന്റെ ഹൊറൈസണിലായിരുന്നു. ഞാൻ പറയുന്നത് ഓവർ സിമ്പിൾ ആവുന്നുണ്ടോ, കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ? ഇല്ല, ഓക്കെയാണ് മാഷെ. ഓക്കെ ഓക്കെ. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ സൂര്യൻ നിൽക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് സൂര്യൻ. ആ സൂര്യനിലൂടെ ഭൂമി സെന്ററായി ഒരു സർക്കിൾ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കും. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ 8 മിനിറ്റ് വേണം. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ സൂര്യനെ അല്ല. നിങ്ങളിപ്പോ ടൊറന്റോയിൽ 11 മണിക്ക് സൂര്യനെ കാണുന്നു, 11:30 മണിക്ക് സൂര്യനെ കാണുന്നു. ആ കാണുന്ന സൂര്യൻ ഇപ്പോഴുള്ള സൂര്യനല്ല, 8 മിനിറ്റ് മുമ്പ് ഉണ്ടായിരുന്ന സൂര്യനാണ്. കാരണം സൂര്യനിൽ നിന്ന് ഫോട്ടോണുകൾ ഭൂമിയിലെത്താൻ 8 മിനിറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂര്യനിലൂടെ വരയ്ക്കുന്ന ആ സർക്കിളിന്റെ ഉപരിതലത്തിലുള്ള ഏത് ഒബ്ജക്റ്റിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് എടുത്തുകൊണ്ടേയിരിക്കും. 8 മിനിറ്റ് മുമ്പുള്ള ഒരു സർക്കിളാണ് ഞാനിപ്പോ വരച്ചത്. അതായത് ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യാണ് നിങ്ങൾ ആ സർക്കിളിൽ. എന്നാൽ ആൻഡ്രോമിഡ ഗാലക്സി എടുത്തു നോക്കൂ. 25 ലക്ഷം പ്രകാശവർഷം 25 ലക്ഷം പ്രകാശവർഷം അകലെയാണ് ആൻഡ്രോമിഡ ഗാലക്സി എന്ന് പറയുന്നത്. ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ ആൻഡ്രോമിഡ ഗാലക്സി അല്ല. ഇപ്പൊ അത് ഇങ്ങനെയൊന്നും അല്ല. 25 ലക്ഷം വർഷം മുമ്പ് ആൻഡ്രോമിഡ ഗാലക്സി എന്തായിരുന്നോ അതാണ് നമ്മൾ ഇന്ന് രാത്രി ആകാശം നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ ആൻഡ്രോമിഡ ഗാലക്സി ഇതേ അല്ല, അവിടെയുമല്ല. അതിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട്, സ്പേസിലുള്ള പൊസിഷൻ മാറിയിട്ടുണ്ട്, അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്, അതിന്റെ എനർജി ലെവൽ മാറിയിട്ടുണ്ട്, അതിന്റെ ഓറിയന്റേഷൻ മാറിയിട്ടുണ്ട്, പലതും മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ നമ്മളിപ്പോ കാണുന്നത് എന്താണ്? 25 ലക്ഷം വർഷം മുമ്പുള്ള ആൻഡ്രോമിഡ ഗാലക്സിയാണ്. ആ ആൻഡ്രോമിഡ ഗാലക്സിയെ സെന്റർ ആക്കിക്കൊണ്ട് നിങ്ങളൊരു സർക്കിൾ, ഭൂമിയെ സെന്റർ ആക്കിക്കൊണ്ട് ആൻഡ്രോമിഡ ഗാലക്സിയിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ ഉപരിതലത്തിലുള്ള ഓരോ പോയിന്റിലും ആ സർക്കിളിൽ ഇരിക്കുന്ന ഏത് ഒബ്ജക്റ്റിൽ നിന്നും പ്രകാശം വന്നാൽ അത് ഭൂമിയിലെത്താൻ എത്ര ടൈം എടുക്കും? 25 lakh years. അത്രയും വർഷം കൊണ്ടാണ് അത് ഭൂമിയിൽ എത്തുന്നത്. ഇപ്പോ ഞാനൊരു വൃത്തമാണ് വരച്ചതെങ്കിൽ പോലും വാസ്തവത്തിൽ ഇതൊരു വൃത്തമാണോ? അല്ല. ആ വൃത്തത്തെ നിങ്ങൾക്ക് 3 ഡയമെൻഷനിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അതൊരു സ്ഫിയറാണ്. ഭൂമി സെന്ററിലുള്ള 25 ലക്ഷം പ്രകാശവർഷം അകലെ കൂടെ പോകുന്ന ഒരു സ്ഫിയർ. ആ സ്ഫിയറിന്റെ ഉപരിതലത്തിലുള്ള അല്ലെങ്കിൽ ആ സ്ഫിയറിൽ നിന്ന് വരുന്ന ഏത് പ്രകാശവും ഭൂമിയിലെത്താൻ 25 ലക്ഷം വർഷം എടുക്കും. ഇത് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു 10 ബില്യൺ പ്രകാശവർഷം അപ്പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശം 10 ബില്യൺ വർഷം കൊണ്ട് ഭൂമിയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഒരു 13.5 ബില്യൺ ലൈറ്റ് ഇയർ അപ്പുറത്തുള്ള ഒരു അത്രയും ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ, അപ്പൊ 13.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു സ്ഫിയറിന്റെ സർഫസിൽ നിന്ന് വരുന്ന ഫോട്ടോണുകൾ ഭൂമിയിലെത്താൻ 13.5 ബില്യൺ വർഷം എടുക്കുമല്ലോ. അത്രയും വർഷം കഴിഞ്ഞാലാണ് ഭൂമിയിലേക്ക് ആ ലൈറ്റ് എത്തുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യൂണിവേഴ്സ് തന്നെ ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? ഈ യൂണിവേഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് 13.8 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. അപ്പോ ഇവിടെ ഒരാളുണ്ടെങ്കിൽ, എവിടെ? ഈ സർക്കിളിൽ അല്ലെങ്കിൽ ഈ സ്ഫിയറിന്റെ ഉപരിതലത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ
അയാളെ സംബന്ധിച്ച് അയാളെ നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് എവിടെയായിരിക്കും? ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്ന പോയിന്റിലായിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 13.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് എവേ ആയിട്ടുള്ള ഒരു പോയിന്റില് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്നത് എപ്പോ കാണുന്നതായിരിക്കണം? ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്ന നിമിഷത്തില് ആ സമയത്തിൽ നിന്ന് വരുന്ന ഫോട്ടോണുകളായിരിക്കണം ഭൂമിയിലെത്തുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ ജനനത്തെയാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പ്രോബബ്ലി ദിസ് ഈസ് ഔട്ട് ഓഫ് സയൻസ്, ബട്ട് എന്നാലും ഈ പൊതുവെ ഇപ്പൊ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടുവരുന്നതാണ് ഈ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സിനെ നമ്മള് ഇപ്പൊ യൂണിവേഴ്സ് ഒരു എന്താ പറയുക, ആൾക്കാർ പല രീതിയിൽ ജ്യോതിഷന്മാരുൾപ്പെടെ പലരും ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഇത് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുകയും അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അപ്പം ഈ അത് ഐ മീൻ ഇറ്റ് ഡസൻ പ്രോബബ്ലി കണക്റ്റഡ് ടു സയൻസ്, ബട്ട് എന്താണ് ഈ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് ചോദിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശാസ്ത്രവും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാൻ പറ്റുമായിരിക്കുമോ? ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് പ്യുവർ സയൻസ് ആണ്. നമുക്ക് എംപിരിക്കൽ എവിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് എവിഡൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാം. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞതിനെല്ലാം നമുക്ക് എവിഡൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഏറ്റവും അവസാനം പോയ ജെയിംസ് വെബ് എന്ന് പറയുന്ന ടെലിസ്കോപ്പ് ഈ പറയുന്ന 13.5 ബില്യൺ ലൈറ്റ് ഇയർ അപ്പുറത്തുള്ള ഗാലക്സികളുടെ ഫോട്ടോ എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് അനലൈസ് ചെയ്തിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ പക്ഷെ അത് എപ്പോഴത്തെ ആയിരിക്കണം? ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഗാലക്സികളെ ജെയിംസ് വെബ് എന്ന് പറയുന്ന ടെലിസ്കോപ്പ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതെവിടെയായിരിക്കും? ഈ 13.5 ബില്യൺ ലൈറ്റ് ഇയർ അകലെയുള്ള ഒരു സ്ഫിയറിന്റെ സർഫസിലായിരിക്കും. അവിടെ നിന്ന് വരുന്ന ഫോട്ടോണുകളാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. പക്ഷേ അപ്പൊ ഇതിന്റെ മുമ്പില് ഞാൻ നേരത്തെ വരച്ച ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചു എന്നിരിക്കട്ടെ. അപ്പൊ അവിടുന്ന് വരുന്ന ലൈറ്റോ? അവിടെയും പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇവിടെയും പ്രപഞ്ചം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഉണ്ടായ പ്രപഞ്ചത്തെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ കാണുന്നില്ല? കാരണം അത് കണ്ടു. എപ്പോഴായിരുന്നു അറിയോ? 10 ബില്യൺ ലൈറ്റ് ഇയർ 10 ബില്യൺ വർഷം കഴിഞ്ഞപ്പോ അത് ഈ പോയിന്റിലൂടെ കടന്നുപോയി. അത് പക്ഷെ ഇപ്പൊ ഇവിടെ എത്തി. അതിന് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ? 10 ബില്യൺ അകലത്ത് നിന്ന് വന്ന ആ ഫോട്ടോൺ പ്രപഞ്ചം ഉത്ഭവിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വന്ന ഫോട്ടോൺ എവിടെ എത്തി? ഭൂമി നിൽക്കുന്ന ഈ പോയിന്റിനെയും പാസ് ചെയ്ത് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് 13.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരെയുള്ള ഒരു റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ സർഫസിൽ നിന്ന് വരുന്ന ഫോട്ടോൺസ് ആണ്. അപ്പൊ എപ്പോഴാ പ്രപഞ്ചം ഉണ്ടായത്? നമ്മളിപ്പോ കേട്ടിട്ടുണ്ട്, ബിഗ് ബാങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം എന്താണ്? ഒരു കുഞ്ഞു പോയിന്റ്, അതിസൂക്ഷ്മമായ ഒരു പോയിന്റിൽ നിന്ന് വളരെ പെട്ടെന്ന് പ്രപഞ്ചം അങ്ങ് വികസിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ പോയിന്റ് ആണോ അത്? അതോ ഈ പോയിന്റ് ആണോ? അതോ ഇവിടെ ഉള്ളൊരു പോയിന്റ് ആണോ? ഈ സ്ഫിയറിന്റെ മുകളിലുള്ള ഏത് പോയിന്റിൽ നിന്നാണ് അത് വികസിക്കാൻ തുടങ്ങിയത്? ആർക്കെങ്കിലും പറയാമോ? ഇതിൽ ഏത് പോയിന്റിൽ നിന്നായിരിക്കും ഇത് വികസിക്കാൻ തുടങ്ങിയത്? അതോ എല്ലായിടത്തു നിന്നും ഒരുമിച്ചായിരിക്കുമോ? പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ ഏത് ഭാഗത്തായിരിക്കും? ആദ്യത്തെ പോയിന്റ് അല്ല കേട്ടോ, അത് തുടക്കത്തിലുള്ള പോയിന്റ് അല്ല, തുടങ്ങിയിട്ട് ഏതാനും കഴിഞ്ഞതിന് ശേഷം. കാരണം 0.3 ബില്യൺ
ഇയേഴ്സ് കൂടി അപ്പുറത്തു നിന്നാണ് തുടങ്ങുന്നത് പ്രപഞ്ചം. എന്നാലും നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഗാലക്സികളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ 13.5 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട്. ഈ 13.5 ബില്യൺ 1350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പോയിന്റിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മളോട് പറയുന്നത് എന്താണ്? ഫോട്ടോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ സന്ദേശവാഹകര്, പ്രകാശമാണ് നമ്മുടെ സന്ദേശവാഹകര്. ഈ പ്രപഞ്ചത്തെ പറ്റി നമുക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നത് ഫോട്ടോണുകളാണ്, പ്രകാശമാണ്. പല തരംഗ ദൈർഘ്യത്തിലുള്ള പ്രകാശമാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശം എന്നൊരു സന്ദേശവാഹകൻ നമ്മുടെ അടുത്ത് എത്തിയിട്ട് പറയുന്നു, കണ്ടോ അവിടെ പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ഇവിടെയോ അതോ ഇവിടെയോ അതോ എല്ലായിടത്തുമോ? എല്ലായിടത്തും ആ സമയത്ത് പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തെളിവ്? തെളിവ് ഇത് മാത്രമാണ്. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഫോട്ടോണുകൾ നമ്മളോട് പറയുന്ന ഒരു കഥയുണ്ട്. അതിൻ്റെ സ്പെക്ട്രം അനലൈസ് ചെയ്താൽ, അതിൻ്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്. വെളുത്ത ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് 7 വേർപിരിയുന്ന ഒരു സ്പെക്ട്രം നമ്മൾ കണ്ടിട്ടില്ലേ? മഴവില്ലുണ്ടാകുന്നത് സ്പെക്ട്രമാണ്. മഴവില്ല് എന്ന് പറയുന്നത് സൺലൈറ്റിന്റെ ഒരു സ്പെക്ട്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്പെക്ട്രത്തിനെ കുറെ കൂടി വിപുലീകരിച്ച് വിശദീകരിക്കാൻ കഴിയും. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ സ്പെക്ട്രം നോക്കിയാൽ ഏതെല്ലാം മൂലകങ്ങളിലൂടെയാണ് ഈ പ്രകാശരശ്മി കടന്നു വന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ അനാലിസിസിനാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറയുന്നത്. അതിന്റെ സ്പെക്ട്രം പരിശോധിച്ചപ്പോൾ ഈ സ്ഫിയറിലുള്ള എല്ലാ പോയിന്റിൽ നിന്നും വരുന്ന സ്പെക്ട്രം സെയിം ആണ്, ഒരേപോലെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ഭാഗത്തും ആ സമയത്ത് പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും, സംശയം ഉണ്ടാവും. ഈ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഇതിന്റെ പുറത്തും ഗാലക്സികൾ. അപ്പൊ ഇതിന്റെ പുറത്ത് പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് പിന്നെ എങ്ങനെയാണ് അവിടെ ഗാലക്സികളൊക്കെ ഉണ്ടായത്? അപ്പൊ അവിടെ ഗാലക്സി ഉണ്ടോ? അവിടെയൊക്കെ പ്രപഞ്ചം ഉണ്ടോ ഇപ്പോ? അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. 13.8 ബില്യൺ ഇയേഴ്സ് എന്ന് പറയുന്ന മാർക്കില് ഞാനൊരു സർക്കിൾ വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ലൈറ്റാണ് ഭൂമിയിൽ ഇപ്പൊ എത്തുന്നത്. എന്നാൽ ഇതിന്റെ കുറച്ചുകൂടി പുറത്തേക്ക് പോയാൽ 13.8 ബില്യണിലെ ഒരു സർക്കിൾ കൂടി, നേരത്തെ ഞാൻ വരച്ചത് 13.5 ബില്യൺ ആണ്. അവിടെയാണ് നമ്മൾ ഈ ഗാലക്സികളെയൊക്കെ കണ്ടത്. പക്ഷെ അതിൻ്റെയും കുറച്ചുകൂടെ പുറത്തേക്ക് പോയാൽ 13.8 ബില്യൺ ഇയേഴ്സ്, 13.8 ബില്യൺ ലൈറ്റ് ഇയർ റേഡിയസ് വരുന്ന ഒരു സ്ഫിയർ. ആ സ്ഫിയറിൽ നിന്ന് നോക്കിയാൽ, അവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നത് സ്റ്റാർസിനെ ഒന്നും കാണില്ല. കാരണം അന്ന് സ്റ്റാർസ് ഉണ്ടായിട്ടില്ല. പ്ലാനറ്റ്സ് നമ്മൾ കാണില്ല, അവിടെ ഗാലക്സികളില്ല, ഒന്നുമില്ല. പിന്നെ എന്താണുള്ളത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്നുണ്ട്. അത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഫാർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് വരുന്ന ഇൻഫ്രാറെഡ് രശ്മികള്, മൈക്രോവേവുകള് ഒക്കെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മൈക്രോവേവ് റേഡിയേഷൻ, അതിനെയാണ് നമ്മൾ കാണുമ്പോൾ, പണ്ടൊക്കെ ഈ TV ദൂരദർശനമൊക്കെ TV പ്രക്ഷേപണം ചെയ്തിരുന്ന കാലത്ത് മറ്റേ അയിലമുള്ളു പോലെയുള്ള യാഗി ആന്റിന വെച്ച് നമ്മൾ TV ട്യൂൺ ചെയ്തിരുന്നു. വീടിന്റെ മുകളിൽ ഇതിങ്ങനെ പതുക്കെ തിരിച്ചു നോക്കും. അപ്പൊ ഒരാൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കും. തിരിക്കാൻ കുറച്ച് കൂടി കഴിഞ്ഞാൽ അപ്പൊ ആ TV സ്ക്രീനിൽ കാണുന്ന ഒരു മൊസൈക്ക് ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഇന്റർഫിയറിംഗ് നോയ്സ് ആണ്. പല സ്ഥലത്തു നിന്നും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ റാൻഡം, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് അല്ലാത്ത സിഗ്നലുകളാണ് നമ്മൾ കാണുന്ന ആ കുത്തും പുള്ളി സ്ക്രീനിൽ കാണുന്നത്. അതുപോലെയുള്ള മൈക്രോവേവ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ഈ മൈക്രോവേവിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമ്മൾ പറയുന്നത് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. യൂണിവേഴ്സിന്റെ ഒരു മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എവിടുന്നാ വരുന്നത്? 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെ നിന്നാണ് ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോഴും വീണ്ടും സംശയം തോന്നും. ഈ കാലത്തിനെയാണ് നമ്മൾ ഈ ബിഗ് ബാങ് പീരിയഡ് എന്നൊക്കെ വിളിക്കുന്നത്. ബിഗ് ബാങ് പീരിയഡിൽ നിന്നാണ്, ബിഗ് ബാങ് പീരിയഡ് എന്ന് പറയുന്നത് ഒരു കുറച്ച് നീളം കൂടിയ ഒരു സ്പേസ് ആണ്. ഏതാനും മണിക്കൂറുകൾ വരെ നീളുന്ന ഒരു കാലഘട്ടമാണ്. ഏതാനും വർഷങ്ങളൊന്നുമില്ല കേട്ടോ, ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂർ വരെ നീളുന്ന ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ബിഗ് ബാങ് പീരിയഡ് എന്ന് പറയുന്നത്. ആ ബിഗ് ബാങ് പീരിയഡിൽ നിന്ന് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻ വെറും കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ മാത്രമാണ്. ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പ്രപഞ്ചത്തിന്റെ എവിടേക്ക് നമ്മൾ ടെലസ്കോപ്പ് തിരിച്ചു വെച്ചാലും, നമ്മുടെ ആന്റിന എങ്ങോട്ട് തിരിച്ചു വെച്ചാലും, മുകളിലേക്കോ താഴേക്കോ ഇടത്തോട്ടോ വലത്തോട്ടോ എവിടേക്ക് തിരിച്ചു വെച്ചാലും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. 13.8 ബില്യൺ ലൈറ്റ് ഇയർ അപ്പുറത്തു നിന്ന് വരുന്ന എല്ലാ റേഡിയേഷന്റെയും പ്രോപ്പർട്ടീസ് ആൾമോസ്റ്റ് സെയിം ആണ്, വളരെ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന. അതുകൊണ്ട് എവിടെയൊക്കെ ഭൂമിയിലിരിക്കുന്ന ഒബ്സർവറെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതാണ് എൻ്റെ ചക്രവാളം. ഈ ചക്രവാളത്തിൽ എൻ്റെ അതിര് വരെ എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയാം. അതുവരെ എന്ത് നടക്കുന്നു എന്നേ എനിക്ക് അറിയൂ. അതിനപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോ 10 ബില്യൺ ലൈറ്റ് ഇയറിൽ നിന്ന് പുറപ്പെട്ട ഒരു ഫോട്ടോൺ അത് ഭൂമിയെ പാസ് ചെയ്ത് അങ്ങ് പോയി. നോക്കൂ, 13.8 ബില്യൺ ലൈറ്റ് ഇയറിൽ നിന്നുള്ള ഒരു ഫോട്ടോൺ ഇവിടെ എത്തുമ്പോഴേക്ക് 10 ബില്യണിൽ നിന്ന് പുറപ്പെട്ട ഒരു ഫോട്ടോൺ ഭൂമിയെ കടന്ന് അപ്പുറം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് 10 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള ഒരു സാധനം, ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണുക. പക്ഷേ ഇവിടെ നോക്കിയാൽ നമ്മൾ കാണുന്നത് 13.5 ബില്യൺ ലൈറ്റ് ഇയർ അകലെയുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ഈ സ്ഫിയറിൽ കാണുന്നത്. ഇവിടെയൊക്കെ ഗാലക്സികൾ കാണാം, സ്റ്റാർ കാണാം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഹബിൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചാൽ തന്നെ കാണുന്നതാണ്. ഇവിടെയുള്ള സ്റ്റാർസിനെയും ഗാലക്സിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുക്കും അപ്പുറം 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് കഴിയുന്നത് ജെയിംസ് വെബ് പോലുള്ള ടെലസ്കോപ്പുകൾ വന്നതിന് ശേഷമാണ്. ഇപ്പോ ഭൂമി സെന്ററായിട്ട് നമ്മൾ ഒരു ഹൊറൈസൺ സങ്കല്പിച്ചാൽ ഇവിടെ നിന്ന് വരുന്ന 13.8 ബില്യൺ ലൈറ്റ് ഇയർ അപ്പുറത്തുള്ള ആ സർഫസിൽ നിന്ന് വരുന്ന സംഗതികളെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ചക്രവാളം. ആ ചക്രവാളത്തെ നമ്മൾ വിളിക്കുന്ന പേര് പാർട്ടിക്കിൾ ഹൊറൈസൺ എന്നാണ്. ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾ ഹൊറൈസണിന് അകത്തുള്ള കാര്യങ്ങളെ നമുക്കറിയൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഞാന് പെട്ടെന്ന് സ്ഥലം മാറുകയാണെന്നിരിക്കട്ടെ, ഇവിടെ നിന്ന് ഞാൻ ഈ നിൽക്കുന്ന ആളായി മാറുകയാണെന്നിരിക്കട്ടെ. നോക്കിക്കോളൂ, ഞാൻ ഇങ്ങോട്ട് നീങ്ങുന്നതിനനുസരിച്ച് എൻ്റെ ചക്രവാളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 13.8 ബില്യൺ ഇയേഴ്സ് അപ്പുറത്ത് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ പതുക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങിയാൽ എന്ത് സംഭവിക്കും? എൻ്റെ പ്രപഞ്ചവും അതിനനുസരിച്ച്, എൻ്റെ പാർട്ടിക്കിൾ ഹൊറൈസണും അതിനനുസരിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കും. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ചക്രവാളം എനിക്കൊപ്പം, എൻ്റെ ഹൊറൈസണും എന്നോടൊപ്പം നീങ്ങുന്നു. കാരണം ഹൊറൈസൺ എൻ്റെ ഹൊറൈസൺ ഭൂമിയുടെ അല്ല, എൻ്റെയാണ്, ഒബ്സർവറുടെയാണ്. അതുപോലെ തന്നെ
ഈ പറയുന്ന 13 സ്ഫിയറിന്റെ സർഫസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അല്ല, ഒബ്സർവറുടെയാണ്. ഒബ്സർവർ ഈ ഭൂമി നിന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴേക്ക് ഇപ്പൊ എന്റെ ഹൊറൈസൺ എന്ന് പറയുന്നത് ഇതാണ് എന്റെ പാർട്ടിക്കിൾ ഹൊറൈസൺ. ഇവിടെ നിന്നിട്ട് ഞാൻ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഇപ്പൊ ഭൂമി നിൽക്കുന്ന സ്ഥലത്ത് പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭൂമി നിൽക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനമാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഇവിടെയാണ്, 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 ഇവിടെയാണ്. ഇനി ഞാൻ ഇങ്ങോട്ട് ഇടത്തോട്ട് നീങ്ങി പോവുകയാണെങ്കിൽ ഈ ഉത്ഭവസ്ഥാനം അങ്ങനെ ഇടത്തോട്ട് നീങ്ങി പോവില്ലേ? അപ്പൊ പ്രപഞ്ചം ഉണ്ടായത് എവിടെയാണ്? പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പ്രപഞ്ചം മുഴുവനാണ്. ഈ പ്രപഞ്ചം മുഴുവനായി വ്യാപിച്ചു കിടക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കൺസീവ് ചെയ്യുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, അത് ഞാനൊരു പ്രോജക്റ്റ് തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി ഇപ്പൊ 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ നാളെ ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി അപ്പുറത്തായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ പാർട്ടിക്കിൾ ഹൊറൈസൺ. അപ്പൊ കുറച്ചുകൂടി അപ്പുറത്ത് നമുക്ക് ചില ഗാലക്സികളെയൊക്കെ കാണാൻ കഴിയും. അന്നുണ്ടായ ഗാലക്സികളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ബിഗ് ബാങ്ങിനെയാണ് ഞാൻ ഒരു ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട്, ജെയിംസ് വെബിലൂടെ നോക്കിയിട്ട് കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ 1 ബില്യൺ വർഷം കൂടി കഴിഞ്ഞാൽ 14.8 1 ബില്യൺ വർഷം കൂടെ കഴിഞ്ഞാൽ 14.8 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള ഒരു ഇവന്റ് ആയിരിക്കും ഞാൻ കാണുന്നത്. ഞാൻ പറയുന്നത് കൺഫ്യൂസിംഗ് ആണോ? ഇല്ല, സ്ലൈറ്റ്ലി കൺഫ്യൂസിംഗ് ആണ്. നോക്കാം. ഒരു ഡൗട്ട് എന്ന് പറയുമ്പോ ഇപ്പോ ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ മാഷ് പറഞ്ഞു ഒരു അറ്റ്ലീസ്റ്റ് 1 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 14.8 ബില്യൺ ഇയേഴ്സ് അപ്പുറത്തുനിന്നാണ് നമ്മളിത് കാണുന്നത് എന്ന് പറഞ്ഞു. സോ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 13.8 ബില്യൺ ഇയേഴ്സ് എന്നാണ്. സ്പീഡല്ല, അല്ല, ഡിസ്റ്റൻസ് ആണ് 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ്. ഓക്കെ, ആ ഡിസ്റ്റൻസിന് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിന്റെ വേഗത്തിനെ കണക്കാക്കിയിട്ടല്ലേ? അല്ല, മെഷർ ചെയ്യുന്നത്, അതായത് ചോദ്യം ഈ പ്രപഞ്ചത്തിന്റെ റേഡിയസ് എത്ര എന്നാണോ? അല്ല, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞത് 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള ഒരു ഇവന്റ് ആണ് ഞാൻ ഇപ്പൊ ഒബ്സർവ് ചെയ്യുന്നത് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ സൂരജിന്റെ ചോദ്യം എന്താണ്? എന്റെ ചോദ്യം ഇപ്പൊ നേരത്തെ മാഷ് പറഞ്ഞു, ഇപ്പോ നമ്മൾ ഇപ്പോ ഈ സർക്കിളിന്റെ അടുത്തുള്ളത്, അതായത് 10 ബില്യൺ ഇയേഴ്സിന്റെ അടുത്തുള്ള സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നില്ല, ബിക്കോസ് ഇത് നമ്മളെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇതേപോലെ ഇപ്പൊ നമ്മൾ ഈ 13.8 ബില്യൺ ഇയേഴ്സിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളിപ്പോൾ കാണുന്നു, നമ്മളെ പാസ് ചെയ്ത് പോകുമല്ലോ. പാസ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നമ്മൾ എത്ര സമയം എടുക്കും അത് പാസ് ചെയ്ത് പോകാൻ എന്നുള്ളത് നമ്മൾ, അതായത് പ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വീതം അത് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും 3 ലക്ഷം കിലോമീറ്റർ വീതം അത് നമ്മളെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ആ സ്പീഡ്. ഓക്കെ, അപ്പോ നമ്മൾ ഇനിയും 1 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇതേ കാഴ്ച തന്നെ കാണുമെന്നാണ് മാഷ് പറയുന്നത്. ഇതേ കാഴ്ചയല്ല കാണുന്നത്, അപ്പൊ കാണുന്നത് ഇതിന്റെ കുറച്ചുകൂടെ അപ്പുറത്ത്. ഇതേ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ആണ്. ഒരു ഇവന്റിന് 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടേ നമുക്കൊരു ഇവന്റ് പറയാൻ പറ്റും. ഒന്ന് അത് നിൽക്കുന്ന സ്പേസ്, മറ്റൊന്ന് ടൈം. സ്പേസും ടൈമുമാണ് ഒരു ഇവന്റിനെ തീരുമാനിക്കുന്നത്. പടക്കം പൊട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഇവന്റ് ആണ്. എപ്പോ, എവിടെ, ഈ 2 കാര്യങ്ങൾ കൂടി ചേർത്താലേ അതൊരു ഇവന്റ് ആവുള്ളൂ.
സയൻസിന്റെ ഭാഷയിൽ. അപ്പോ 1 ബില്യൺ ഇയർ കൂടി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അതേ ഇവന്റ് അല്ല. കാരണം എന്താണ്? ആദ്യം കണ്ട ഇവന്റ് ഉത്ഭവമാണ് കാണുന്നത്. പക്ഷേ ഡിസ്റ്റൻസ് കൂടി. 13.1 പകരം 14 കഴിഞ്ഞാൽ അത് 15.8 ആവും. അപ്പോഴും നമ്മൾ ഇവന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി നമ്മളൊന്നാണ് കേട്ടോ, അപ്രോക്സിമേറ്റ് അനാലിസിസ്. ഇതിന്റെ ഇടയിൽ ഇനിയും കുറെ ഈ കാണുന്ന സ്ഫിയറിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ സാരമില്ല. ഒരു പോയിന്റിൽ നിന്ന് വികസിച്ച് ഏതുപോലെ ഒരു ബലൂൺ വീർക്കുന്നത് പോലെ വലുതായി വരുന്ന ഒരു സംഗതി, അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ചെറിയ സെക്ഷൻ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. സെൻട്രലിൽ നിന്ന് തുടങ്ങി ആ സ്ഫിയറിന്റെ, ആ ബലൂണിന്റെ പരിഫറി വരെ എത്തുന്ന ഒരു കുഴല് മാത്രം ഞാൻ ഇങ്ങ് എടുക്കുകയാണ്, ഒരു സാമ്പിൾ കുഴല്. വാസ്തവത്തില് ഇത് ഞാൻ വരയ്ക്കേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല, ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഇതിനെ ചുറ്റിപ്പോകുന്ന ഒരു വലിയ സ്ഫിയർ ഉണ്ടാവും. ഈ സ്ഫിയർ ഇങ്ങനെ വലുതായി 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 വരികയാണ്. അതില് ഒരു സെക്ഷൻ മാത്രം എടുത്തിട്ട് ഞാൻ ചിത്രം വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. അല്ലാതെ പ്രപഞ്ചം ഇങ്ങനെ ഒരു കുഴലിൽ കൂടെ വികസിക്കുന്നതായിട്ട് കണക്കാക്കരുത്. ഈ ഒരു പോയിന്റിൽ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒന്നെനിക്കറിയാം, 10⁻32 സെക്കൻഡ്സ് -32 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ അവിടെ മുതൽ ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന്. ഒരു മൈക്രോ സെക്കൻഡ് ആയപ്പോഴേക്ക് ആദ്യത്തെ പാർട്ടിക്കിളുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരു മൈക്രോ സെക്കൻഡ് ആയപ്പോഴേക്ക് ആദ്യത്തെ പാർട്ടിക്കിളുകൾ ഉണ്ടാവാൻ തുടങ്ങി. പാർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞാൽ സബാറ്റോമിക് പാർട്ടിക്കിളുകൾ ഉണ്ടാവാൻ തുടങ്ങി. ക്വാർക്കുകള്, മ്യൂോണുകള്, ഫോട്ടോണുകള്, പ്രോട്ടോണുകള്, ഇതൊക്കെ ന്യൂട്രോണുകൾ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. എന്നാൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക്, ബിഗ് ബാങ്ങിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യത്തെ ന്യൂക്ലിയസുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ന്യൂക്ലിയസുകൾ ഉണ്ടാവാൻ ആരംഭിക്കുക. ഹീലിയവും ഹൈഡ്രജനും ഉണ്ടായി. ഹീലിയത്തിന്റെയും ഹൈഡ്രജന്റെയും ഫോമുകൾ ഉണ്ടായി. പിന്നെ നമ്മൾ കണക്കെടുക്കുന്നത് 3,80,000 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ആദ്യം ഞാൻ പറഞ്ഞത് 10⁻32 സെക്കൻഡ്സ് മുതലാണ് ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് അതിന്റെ കുറച്ചുകൂടി പുറകിലേക്ക് പോവാം, 10⁻43 വരെ എനിക്ക് പോവാം. കാരണം എന്താന്ന് പറഞ്ഞാൽ അതുവരെ എൻ്റെ ഫിസിക്സിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു പ്രപഞ്ചത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഈ സമയം മുതൽ പുറകിലേക്ക് സഞ്ചരിച്ച് ഞാൻ പ്രപഞ്ചം ഉണ്ടായി 10⁻32 മുതലുള്ള കാര്യമാണ് ഞാൻ ഇനി റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞു തുടങ്ങുന്നത്. 10⁻32 സെക്കൻഡ്സിൽ നിന്ന് മുതലുള്ളത്. എനിക്കൊരല്പം കൂടി പുറകിലേക്ക് പോവാം, പക്ഷെ എൻ്റെ കയ്യിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. അതിന് പ്ലാങ്ക് ടൈം എന്നൊക്കെ പറയും. 10⁻43 വരെ എനിക്ക് പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. 0 മുതൽ 10⁻43 വരെയുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത് എത്ര ചെറിയൊരു ടൈം പീരീഡ് ആണെന്ന് ആലോചിച്ച് നോക്കണം. അത്രയും ചെറിയ ആ ഒരു ടൈം പീരീഡിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് അറിയുന്ന കഥയാണ് ഞാൻ ഇനി പറയുന്നത്. 10⁻32 സെക്കൻഡ്സില് ഇൻഫ്ലേഷൻ ആരംഭിക്കുന്നു. അതായത് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു പ്രപഞ്ചം. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്നത്.
ആ ഇനീഷ്യൽ എക്സ്പാൻഷൻ കഴിഞ്ഞ് പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ മൈക്രോ സെക്കൻഡിൽ നടന്നിട്ടുള്ള എക്സ്പാൻഷന്റെ അത്ര സ്പീഡിലല്ല പിന്നീടുള്ള എക്സ്പാൻഷൻ എന്ന് നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. 3,80,000 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആദ്യത്തെ ആറ്റങ്ങൾ ഉണ്ടായി. ഈ കാലഘട്ടത്തിന്റെ ഒരു നിങ്ങളൊന്ന് ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിൽ സാവധാനം ആലോചിച്ച് നോക്കും. ആദ്യം പറഞ്ഞത് മൈക്രോ സെക്കൻഡ് സമയം വരെയുള്ള കാര്യമാണ്. പിന്നെ പറഞ്ഞത് 3 മിനിറ്റ് വരെയുള്ള കാര്യമാണ്. പിന്നെ പറയുന്നതോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ അപ്പുറത്തുള്ള കാര്യമാണ്. പിന്നെ പറയുന്നതോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് 3 മിനിറ്റിൽ ഹൈഡ്രജനും ഹീലിയും ഒക്കെ ഉണ്ടായി എങ്കിൽ പോലും അതൊരാറ്റമാവാൻ പിന്നീട് എടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് 3,80,000 വർഷമാണ്. 380,000 years. അത്രയും വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ആറ്റം തന്നെ ഉണ്ടാകുന്നത്. ആറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്യധികം ഊഷ്മാവുള്ള, അതിഭീകരമായ ഊഷ്മാവിൽ നിൽക്കുന്ന പ്ലാസ്മാവസ്ഥയില് മാറ്റർ ഉണ്ടാവുകയാണ്. ആറ്റംസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാറ്റർ ഉണ്ടായി. മൂന്ന് ലക്ഷത്തി 80,000 വർഷം മുതൽ പിന്നെ കുറെ കാലത്തേക്ക് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോ ഈ അറ്റത്ത് നിന്ന് ഇപ്പോഴത്തെ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇപ്പൊ നോക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഇവിടെയൊക്കെ ഇരുട്ടാണ്. കുറെ കാലത്തേക്ക് പിന്നെ ഒരു വിവരമില്ല. ഈ ഒരു ഏരിയ മൊത്തം ഇരുട്ടാണ്. കാരണം എന്താണ്? പ്രകാശം ഉത്ഭവിപ്പിക്കുന്ന ഒരു സാധനവും അപ്പ പ്രപഞ്ചത്തിലില്ല. പ്രകാശത്തിന്റെ സ്രോതസ്സുകളായിട്ട് ഒന്നുമില്ല. ആ ഏരിയയെ നമ്മൾ ആ കാലഘട്ടത്തെ നമ്മൾ ഡാർക്ക് ഏജസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ അയച്ചിട്ടുള്ള ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് കേവലം 18 കോടി വർഷം വരെ ജെയിംസ് വെബ് ടെലസ്കോപ്പിന് കാണാൻ കഴിയും. 18 കോടി കൊല്ലം. എവിടുന്ന് മുതല്? പ്രപഞ്ചം ഉണ്ടായത് മുതൽ 18 കോടി കൊല്ലം എത്തുന്ന സ്ഥലം വരെ ജെയിംസ് വെബ് ടെലസ്കോപ്പിന് എത്താൻ കഴിയും. ആ സ്ഥലം ഡാർക്ക് ഏജസിൽ പെട്ട സ്ഥലമാണ്. ആ സമയത്ത് മറ്റ് പ്രകാശം ഒന്നും വരുന്നില്ല. അവിടുന്ന് വരുന്നത് റേഡിയേഷൻസ് മാത്രമാണ്. നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോവേവ് റേഡിയേഷൻസ് മാത്രമാണ്. അത് കാണാൻ കഴിയുന്ന ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. പ്രപഞ്ചം ഉണ്ടായി ഏതാണ്ട് 15 കോടി വർഷം വരെയുള്ള കാര്യങ്ങള്, അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ജെയിംസ് വെബിന് കാണാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അയച്ചിരുന്ന ഒരു ഹബിൾ ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു. ആ ഹബിൾ ടെലസ്കോപ്പ് ഒക്കെ കാണുന്നത് നക്ഷത്രങ്ങളെ, ഗാലക്സികളെ ഒക്കെയാണ് ഹബിൾ ടെലസ്കോപ്പ് കാണുന്നത്. എന്തുകൊണ്ട്? ഹബിൾ ടെലസ്കോപ്പ് അയച്ച സമയത്ത് ജെയിംസ് വെബ് ടെലസ്കോപ്പിനുള്ള അത്രയും സൂക്ഷ്മമായ മൈക്രോവേവ് റേഡിയേഷൻസ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ടെലസ്കോപ്പ് ആയിരുന്നില്ല ഹബിള്. ഹബിളിനും പക്ഷെ പറ്റുമായിരുന്നു. പ്രപഞ്ചം ഉണ്ടായിട്ടൊരു 45 കോടി കൊല്ലം വരെ, 45 കോടി കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹബിൾ ടെലസ്കോപ്പിന് കാണാൻ കഴിയുമായിരുന്നു. 20 കോടി കൊല്ലം കഴിയുമ്പോഴേക്കാണ് എന്ത് സംഭവിക്കുന്നത്? നക്ഷത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. പ്രപഞ്ചം ഉണ്ടായി 20 കോടി കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നക്ഷത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ നക്ഷത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പുള്ള കാലത്തിനെ നമ്മൾ ഡാർക്ക് ഏജസ് എന്ന് പറയും. ആ സ്ഥലം വരെ, ആ കാലം വരെ നോക്കിക്കാണാൻ ടെലസ്കോപ്പ് നോക്കുന്നത് സ്ഥലത്തേക്കല്ല, കാലത്തിലേക്കാണ് നോക്കുന്നത്. നമ്മളിപ്പോ സൂര്യനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ കോസ്മോനോട്സിന്റെ പിന്നെ ആസ്ട്രോണമേഴ്സിന്റെ ഭാഷയില്
സൂര്യനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് പിന്നിലേക്ക് നോക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് 15 ലക്ഷം വർഷം വരെ നോക്കുന്നു. ഹബിള് നോക്കിയത് ഏതാണ്ട് 15 കോടി കൊല്ലം വരെ ജെയിംസ് വെബ് നോക്കുന്നു. ഹബിള് നോക്കിയത് ഒരു 45 കോടി വരെയാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വെച്ചിട്ടാണ് 20 കോടി കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർസ് ഉണ്ടാവാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 400 മില്യൺ വർഷം കഴിഞ്ഞപ്പോഴേക്ക്, അതായത് 40 കോടി വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഗാലക്സികളൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. ഡാർക്ക് മാറ്റർ, പിന്നെ ഇപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള മാറ്റർ എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന മാറ്റർ എന്ന് പറയുന്നത് ആകെ മാറ്ററിന്റെ വെറും 15% മാത്രമേ വരൂ. ബാക്കി 85% നമുക്ക് യാതൊരു പിടിപാടും ഇല്ലാത്ത ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ഒരു മാറ്ററാണ്. ഡാർക്ക് മാറ്റർ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 10 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക്, 10 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക്, അതായത് 1000 കോടി കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഡാർക്ക് എനർജി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും നമ്മുടെ ടോപ്പിക്ക് പെട്ടതല്ല, പക്ഷെ എങ്കിൽ പോലും പറയാണ്. ഡാർക്ക് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരു എനർജി, ഈ എനർജി ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു മാറ്റർ ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ, എന്നാൽ ഈ പ്രപഞ്ചം അനന്തമായി അങ്ങനെ വികസിച്ച് പോവുകയല്ല ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഗ്രാവിറ്റി കാരണം അത് വീണ്ടും അപ്പം തന്നെ താഴേക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ വരുന്നില്ല. ഇതിനെ മുമ്പിലേക്ക് തള്ളുന്ന എന്തോ ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഈ ഡാർക്ക് എനർജി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോട് കൂടിയിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ആക്സിലറേഷൻ വളരെ പെട്ടെന്ന് കൂടി. ഇപ്പോ 13.8 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞു. ആ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വക്ക് കണ്ടാൽ അറിയാം, ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സ്പാൻഷൻ വളരെ സ്റ്റീപ്പാണ്. ഇപ്പൊ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് 10 ബില്യൺ ഇയേഴ്സിന് മുമ്പ് ഉണ്ടായിരുന്ന വികാസം പോലെയല്ല. ഇപ്പോഴത്തെ വികാസം വളരെ സ്പീഡിലാണ്. പ്രപഞ്ചം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ കണ്ട ചിത്രം തന്നെയാണ് അതിന്റെ കുറച്ചും കൂടി ഒരു ഇതായിട്ടുള്ള ഇതാണ്. അപ്പൊ ഇനി നമ്മൾക്ക് കവർ ചെയ്യാനുള്ളത് 2 ക്ലാസ് കൂടി കവർ ചെയ്യാണ്ട്, കോസ്മോളജി, ആസ്ട്രോണമി ആയിട്ട് ബന്ധപ്പെട്ട്. നൗ യു ക്യാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. താങ്ക് യു മാഷേ. ഇനി ഈ ഗ്രോത്ത് ക്ലൈമറ്റിനെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ക്ലൈമറ്റുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. കാരണം ഇത്രയും വലിയൊരു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അതിരെവിടെയാണ്, എത്രയാണ്, എങ്ങോട്ടാണെന്ന് അറിയാതെ അത്ര അനന്തമായി പരന്നു കിടക്കുന്ന ഒരു പ്രപഞ്ചത്തില് ഏതോ ഒരു ഗാലക്റ്റിക് ക്ലസ്റ്ററില്, ഏതോ ഒരു ഗാലക്സിയിലെ ഏതോ ഒരു സ്റ്റാറിന്റെ ഏതോ ഒരു പ്ലാനറ്റ് ആയിട്ടുള്ള എർത്തിനെ ഒന്നും ഇത് ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. പക്ഷേ ഇനി അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എർത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്റ്റാറിന്റെ ബർത്ത് എങ്ങനെയാണ് ഒരു സ്റ്റാർ ജനിക്കുന്നത്, എങ്ങനെയാണ് അത് ചാവുന്നത്, മരിക്കുന്നത്, അത് പറയുന്ന സമയത്ത് സൂര്യൻ എങ്ങനെയായിരിക്കും അതിന്റെ അന്ത്യം എന്ന് വിശദീകരിക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയും എർത്തും ഒക്കെ പോകും. ഞാൻ കിരണാണ്, ഇവിടെ നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു സംശയമുള്ളതേ. ഹലോ, കേൾക്കുന്നില്ലേ? എവിടെ കിരൺ? വീഡിയോ ഞാൻ ഓഫാണ്. ഒരു സെക്കൻഡ്, അതെ പുറത്തായിരുന്നു. അപ്പോ വീഡിയോ ഓഫാണ്, ഞാൻ ഓൺ ചെയ്യാം. കിരൺ എന്റെ ഒരു സംശയം എന്റെ കൂടെ ആസ്ട്രോ ഫിസിക്സിന്റെ ക്ലാസ്സിന് വന്ന ആളാണോ? അല്ല അല്ല അല്ല, കിരൺ കാനഡയിലായിരുന്നു, നാട്ടിലെത്തിയിരുന്നു. പറയൂ. എന്റെ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്ന് പല മാഗസിൻസിലൊക്കെ കേട്ടിട്ടുണ്ട്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് സം പാർട്ടിക്കിൾ ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിപ്പോ പ്രപഞ്ചം വികസിക്കുകയാണെന്ന് മാഷ് പറഞ്ഞു. അപ്പൊ അത് ലൈറ്റിനെക്കാട്ടിലും വലിയ സ്പീഡിലല്ലേ വികസിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ലൈറ്റ് പിന്നീട് കിട്ടുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് സംതിങ് ഈസ് ഓൾറെഡി ട്രാവലിംഗ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് എന്ന് പറയുമ്പോ, ദെൻ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ടൈം ട്രാവൽ? ലൈക്ക് ഒരു ഫാന്റസിയാണ്, ബട്ട് സ്റ്റിൽ ലൈക്ക് മിക്സിങ് അപ്പ്, എല്ലാം മിക്സ് ചെയ്ത് വെക്കുമ്പോ അതാണ് എൻ്റെ ഒരു
സംശയം. ആ വാസ്തവത്തിൽ നമ്മളൊക്കെ ടൈം ട്രാവലേഴ്സ് ആണ് ഇപ്പോൾ ഓൾറെഡി. പക്ഷെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. ആ സ്പെസിഫിക് ആൻസറിലേക്ക് ഞാൻ പറയാം. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് എതിരല്ലേ ഈ പ്രപഞ്ചം വികസിക്കുന്ന സമയത്ത് എക്സ്ട്രീം എൻഡിലുള്ള വളരെ വിദൂരമായ ഗാലക്സികളൊക്കെ പരസ്പരം അകലുന്നതിന്റെ വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയേക്കാൾ കൂടുതലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടിക്കിളിനും 3 ലക്ഷം കിലോമീറ്റർ എക്സീഡ് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന്റെ ലിമിറ്റ്. ഒരു പാർട്ടിക്കിളിന് സഞ്ചരിക്കാവുന്ന ഒരു വസ്തുവിന് സഞ്ചരിക്കാവുന്ന ഏറ്റവും മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ ഗാലക്സികൾ അകലുന്നതിന്റെ വേഗത പറയുമ്പോൾ പറയും പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗത്തിലാണ് അകലുന്നത്.